ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും, ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആളും ഞാനും തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധീര കൂടെയല്ലേ, എനിക്ക് വിഷയമല്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു, ആ മനുഷ്യൻ്റെ പേര് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീവിക്കുന്നു, തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ആ പേര് അദ്ദേഹം മരിച്ചതിന് ശേഷം എത്രമാത്രം അപകീർത്തിപ്പെടുത്താൻ പറ്റുമോ, സമൂഹത്തിൻ്റെ മുന്നിൽ എത്രമാത്രം വലിച്ചു കീറാൻ പറ്റുമോ അത്രമാത്രം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് രേണുസുധി. രേണുസുധി എന്ന് പറയാൻ പോലും എനിക്കിപ്പം നാണക്കേടാണ്. രേഷ്മ തങ്കച്ചൻ, ഇതാണ് അവരുടെ യഥാർത്ഥ പേര്. ഇവരൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, എനിക്കൊന്ന് ഈ വൈബർ ഗുഡ് ദേവുവിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഞാൻ ഇപ്പോൾ എടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ദേവുവിൻ്റെ ഇൻ്റർവ്യൂവിലാണോ മറ്റൊരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തെ പേര് രേണു എന്ന് തന്നെയായിരുന്നു, പക്ഷെ ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോൾ അവർ ടീച്ചർ വിളിച്ച പേരാണ് രേഷ്മ എന്ന്. അങ്ങനെയാണ് എഴുത്തുകുത്തുകൾ രേഷ്മ എന്നുള്ള പേരിൽ വന്നത്. എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് എന്ന് പറയുന്ന പോലെ എനിക്ക് എന്നെ രേണുസുധി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം എന്നാണ് രേണുസുധി പറയുന്നത്. പക്ഷേ ജനങ്ങൾക്കിപ്പോൾ സുധി എന്നുള്ള പേര് രേണുവിൻ്റെ കൂടെ ചേർക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എല്ലാവരും രേഷ്മ തങ്കച്ചൻ എന്ന് തന്നെ വിളിച്ച് അഭിസംബോധന ചെയ്യുകയാണ്. ഞാനും അതുകൊണ്ട് തന്നെ രേഷ്മ തങ്കച്ചൻ എന്ന് വിളിക്കാം. ആർക്കാട് എന്നെ രേഷ്മ തങ്കച്ചൻ എന്ന് വിളിക്കേണ്ടതെന്ന് ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ എന്തോ രേണുസുധി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വരട്ടെ, രേഷ്മ തങ്കച്ചൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് നോക്കട്ടെ. ശരിക്കും ആ ഒരു മനുഷ്യൻ്റെ പേര് ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊന്നും സുധി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു കോൺട്രവേഴ്സ് എന്ന് പറയുന്നത്, ആരുടെയൊന്നും കാശ് മേടിച്ചിട്ട് തിരിച്ച് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായി. ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും പിന്നെ അദ്ദേഹം വന്നിട്ട് സോറി പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കും ഒക്കെ ചെയ്തൊരു വിഷയം മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അദ്ദേഹത്തിന് നാട് മുഴുവൻ പെണ്ണുണ്ടെന്നും അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ്. അത് ഈ ഒരൊറ്റ വ്യക്തി കാരണമാണ്. ഇവരുടെ നാവാണ് പ്രശ്നം. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, രേണുസുധി അഭിനയിക്കാൻ പോകുന്നതിനോ അല്ലെങ്കിൽ രേണുസുധി ഈ പറയുന്ന പോലെ യാത്രകൾ ചെയ്തതിനൊന്നും ആർക്കൊരു പ്രശ്നമില്ല. പക്ഷേ നാവെടുത്താൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള വിഷയങ്ങൾ മാത്രമേ ആ നാവിൽ നിന്ന് വരുള്ളൂ എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വൈബർ ഗുഡ് ദേവു നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങളൊന്ന് കേട്ട് നോക്കാം. മുൻപ് സഹായിച്ചവരെ പോലും ഇപ്പോൾ അടച്ചാക്ഷേപിക്കുകയാണ്, താറടിച്ച് കാണിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹോം ടൂറിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പാക്കി വെച്ചത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 100K എന്ന് പറയുന്ന യൂട്യൂബ് റീച്ചായിട്ട് ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും കണ്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയാണ്ടൊരു കമന്റ് കണ്ടു. ജസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ അറിയാണ്ടൊരു കമൻറ്റ് കണ്ടു. ഇതെങ്ങനെ ഈ അറിയാണ്ട് കമൻറ്റ് കാണുന്നത്? രേണു തന്നെ പറയുന്നുണ്ട്, രേണു ഒരു വീഡിയോയും കാണാറില്ല, ഒരു കമൻറ്റുകളും നോക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ രേണു കമൻറ്റുകൾ കാണാറുണ്ട്, രേണു വീഡിയോകൾ കാണാറുണ്ട്. ഞാൻ തെളിവ് തരട്ടെ. ഈ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ആ സ്ക്രീൻഷോട്ടിനകത്ത് ഒരു കമൻറ്റാണ്, രേണു ഇതുവരെ കാണാത്ത വീണ തലയും പൊക്കി വന്നല്ലോ, എന്തായാലും എല്ലാവരും അവളെ അലക്കുന്നുണ്ട്, നിനക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട്, അവളുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നു. ഒരു സിന്ധു 123 ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ലേഡി ഇട്ട കമൻറ്റാണ് രേണുസുധിക്ക് സപ്പോർട്ട് ചെയ്ത്, രേഷ്മ തങ്കച്ചന് സപ്പോർട്ട് ചെയ്ത്. അതിൽ ഈ പറയുന്ന രേഷ്മ തങ്കച്ചൻ എന്ന രേണുസുധി റിപ്ലൈ കൊടുത്തേക്കാണ്, ഒരു വീഡിയോ പോലും കാണില്ല, പിന്നെ ഞാൻ കമൻറ്റ്, ആര് സപ്പോർട്ട് ചെയ്താലും എനിക്കെന്ത്, ദാറ്റ്സ് എന്നാണ് ഉദ്ദേശിച്ചത്, ദാറ്റ് നോൺ ഓഫ് മൈ ബിസിനസ്, നണ്ണാണ് ഉദ്ദേശിച്ചത്, നോൺ ഓഫ് മൈ ബിസിനസ്, ഐ എം ഓൾവേസ് ഹാപ്പി. ഇതാണ് രേഷ്മ കൊടുത്ത റിപ്ലൈ. കമൻ്റ് ഒന്നും വായിക്കാത്ത രേഷ്മ തങ്കച്ചൻ എന്ന രേണുസുധി ഈ കമൻറ്റ് എങ്ങനെ കണ്ടു? എൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത്. അത്രമാത്രം തിരക്കാണ് എനിക്ക്, നിന്ന് തിരിയാൻ സമയമില്ല, ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. പക്ഷേ 2600 രൂപ കൊടുത്ത് വീടിൻ്റെ മേലുള്ള ചോർച്ച വരുന്ന ഭാഗത്തെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഈ പറയുന്ന രേഷ്മ തങ്കച്ചന് കാശില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി നമുക്കൊന്ന് കേട്ടാലോ. ഇവള് കിച്ചുവിന് ഒരു കൺഗ്രാജുലേഷൻ പോലും തന്നില്ല. ഞാൻ അവന്റെ അമ്മയാണ്, അവന്റെ കൂട്ടുകാരിയല്ല, പുറത്തുനിന്ന് ഒരാളുമല്ല. എനിക്കിപ്പം മീഡിയയെ അറിയിച്ചോണ്ട് എനിക്ക് വേണേൽ ചെയ്യാം. എല്ലാവരും നോക്കും, ആഹാ കിച്ചുവിന് അതിന്റെ ആവശ്യമില്ല. ഞാൻ കോൾ ചെയ്ത് എൻ്റെ മകനോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിന് 100K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഫംഗ്ഷൻ കേക്ക് കട്ടിങ് കിച്ചു വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഇവരുടെ സ്റ്റോറിയൊക്കെ ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും കണ്ടില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും അമ്മയാണ്, രണ്ടാനമ്മയാണെങ്കിലും അമ്മയാണ്. അപ്പോൾ മകന് ഇങ്ങനൊരു നല്ലൊരു നിമിഷം ഉണ്ടാകുമ്പോൾ ഒരു സ്റ്റോറി അത് ഏതൊരു അമ്മയും ചെയ്യുന്നതല്ലേ, ചെയ്തില്ല. ഓക്കെ ഫൈൻ. പിന്നെ ചിന്തിച്ചൊരു പോയിന്റ്, ആ സമയത്താണല്ലോ ഇവരുടെ ഹോം ടൂർ കാണിച്ചതും ആ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും ഇത് സംഭവിച്ചത്. പക്ഷെ ഇപ്പോൾ രേണു പറയുന്നത് എന്താണ്? എനിക്ക് ആ രേണു തന്നെ നാവിൽ വരുന്നു. രേഷ്മ പറയുന്നത് എന്താണ്? ഞാൻ അമ്മയാണ്, കൂട്ടുകാരിയല്ല. അപ്പോൾ കൂട്ടുകാരികൾ മാത്രമേ ഈ സപ്പോർട്ടിങ് സ്റ്റോറീസും സപ്പോർട്ടിങ് കമൻറ്റുകളും സപ്പോർട്ടിങ് വീഡിയോസൊക്കെ ചെയ്യത്തുള്ളൂ. അമ്മയ്ക്ക് ചെയ്താൽ എന്താ, പൊളിക്കുമോ? അല്ല, അറിയാത്തവന് ചോദിക്കുകയാണ്.
നിങ്ങൾ ഈ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ബിഗ് ബോസ് വിന്നർ ഉണ്ടല്ലോ, ജിൻഡോനെ കുറിച്ച് സിജോയും സായിയും കൂടി ഒരു തെളിവുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എതിരായിട്ട് ജിൻഡോ കഴിഞ്ഞ ദിവസം ഒരു ജിൻഡോയുടെ ലെറ്റർ ഹെഡിൽ കുറേ ഇംഗ്ലീഷിൽ അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് സ്റ്റോറി ഇട്ടല്ലോ. അത് ജിൻഡോയുടെ കൂട്ടുകാരി ആയതുകൊണ്ടായിരിക്കും ആ സ്റ്റോറി ഇട്ടതല്ലേ. ഇത് കിച്ചുവിൻ്റെ അമ്മയാണല്ലോ, അതുകൊണ്ട് ഞാൻ സ്റ്റോറി ഇടത്തില്ല. കൂട്ടുകാരിയായിരുന്നു ഞാൻ സ്റ്റോറി ഇട്ടേനെ. സ്വന്തം മകൻ്റെ ഒരു നല്ല കാര്യം, അവന് 100K സബ്സ്ക്രൈബേഴ്സ്, അതും ജസ്റ്റ് 1-2 ആഴ്ച കൊണ്ടാണ് 100K ആയത്. 50Kയിൽ നിന്ന് 100ലേക്ക് മാറുന്നത്. അതൊരു സന്തോഷ നിമിഷമാണ്. അവൻ്റെ ഒപ്പം അത് പങ്കുചേർന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ സ്റ്റോറി ഇടാൻ പോലും ഇവർ തയ്യാറായില്ല. അപ്പോൾ അത് അവിടെ അമ്മ, മറ്റത് കൂട്ടുകാരി. ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഉളുപ്പ് വന്നിരുന്ന് അങ്ങോട്ട് മെഴുകുകയാണ്. നിങ്ങൾക്ക് അവനോട് ദേഷ്യമുണ്ടായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് നിങ്ങളത് സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളത് പ്രൊമോട്ട് ചെയ്തില്ല. ഇനി അവനെ വിളിച്ച് പറഞ്ഞ ഒരു പക്ഷേ ചീത്തയായിരിക്കും, കാരണം ആ ഹോം ടൂർ കാണിച്ചതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ നിങ്ങൾ ഏറിപ്പോയ കഥയൊക്കെ നമുക്കറിയാമല്ലോ. ആ ഏറിപ്പോയതിന് കാരണക്കാരൻ അവനായതുകൊണ്ട് നിങ്ങൾ അവനെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും ഫോൺ ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആള് ഞാനും തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധീര കൂടെയല്ലേ. ഈ വീണ എസ് പിള്ളൈ, കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ടാമത്തെ ഭാര്യ, ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം ഇപ്പോൾ രേണു പറയുന്നുണ്ട്, രേഷ്മ പറയുന്നുണ്ട്. ഈ രേഷ്മ ഒരു വീഡിയോ കാണിച്ചിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ദേ കണ്ടില്ലേ. ഈ കണ്ടില്ലെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർ മാജിക്കിൽ ഇവർ ഇൻട്രോ ചെയ്യുന്ന സമയത്ത് സുധിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ആദ്യ ഭാര്യയിലെ മകനാണ് കിച്ചു, അവൾ മരിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയതാണ് എൻ്റെ വാവൂട്ടനെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീണ എസ് പിള്ളയും സുധിയും കൂടി കരാറുണ്ടായിരുന്നു, വാക്കാൽ കരാറുണ്ടായിരുന്നു. അത് വീണ എസ് പിള്ള അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ മ്യൂച്വലി പിരിയാണ്, സോ നമ്മൾ രണ്ടുപേരും നമ്മുടെ പേരുകൾ എവിടെയും വലിച്ചിഴക്കില്ല എന്ന് വാക്കാൽ ഒരു കരാറുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് അവരുടെ വീഡിയോയ്ക്കകത്തതുകൊണ്ട്. അതിൻ്റെ പ്രകാരമാണ്. അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവരുടെ പേര് എവിടെയും പരാമർശിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് അവരുടെ ലൈഫായി, സുധിയുടെ ലൈഫായി. അപ്പോൾ പിന്നെ ഇന്ന ആൾ മരിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വന്നതാണ് ഇവളെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിന് പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഞാനാണ് സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല. അവരുടെയിലും തെളിവുകളുണ്ട്, അവരും തെളിവുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് എന്ത് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്. വീണ എസ് പിള്ളയുമായിട്ട് ജീവിക്കുന്ന സമയത്താണത്രേ ഈ പറയുന്ന സെക്സ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അവരുടെ ഉണ്ടെന്ന് അവർ പറയുന്നു. രേഷ്മ തങ്കച്ചനും കൊല്ലം സുധിയും തമ്മിലുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ വീണ എസ് പിള്ളയുടെ കയ്യിൽ വരും? അവരുടെ കയ്യിൽ അത് വരണമെങ്കിൽ ആ സമയത്ത് കൊല്ലം സുധി അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്ന സമയമായിരുന്നു എന്ന് വേണ്ടി കണക്കാക്കാൻ ആണോ അല്ലയോ? അവർ തന്നെ വീണ എസ് പിള്ള തന്നെ പറയുന്നുണ്ട്, അവരുടെ കൂടെ ജീവിക്കുന്ന സമയത്താണ് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന രേണു സുധി കൊല്ലം സുധീനെ കാണുന്നതും പരിചയപ്പെടുന്നതും അവർ ഇഷ്ടത്തിലാവുന്നതും വലിച്ചുകൊണ്ട് പോകുന്നതും. അതിൻ്റെ പ്രൂഫും അവരുടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇവർ പറയുന്നു എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തേയില്ല, ഞാൻ വീഡിയോകളൊന്നും കാണാറില്ല, അവരുടെ വീഡിയോ ഒന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല, അവരുടെ പേര് പോലും പറയാൻ താല്പര്യമില്ല എന്നിവർ പറയുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്, വീഡിയോകളൊന്നും കാണാറില്ല. അവർ പറഞ്ഞ പോയിന്റ് ബൈ പോയിന്റ് എനിക്കറിയാം. ഇതാണ് രേഷ്മ തങ്കച്ചൻ്റെ നിലപാടെന്ന് പറയുന്നത്. എല്ലായിടത്തും എൻ്റെ കമൻറ്റുകളും ഉണ്ട്. തൊലിക്കെട്ടി സമ്മതം. ഈ തൊലിക്കെട്ടിയുടെ പകുതി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എന്നേ വൈറലായി പോയെന്നെ. സത്യം, ഈ തൊലിക്കെട്ടിയുടെ പകുതി ഉണ്ടായാൽ മതി. നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തെ നാറ്റിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ച് അനാവശ്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയാനോ നാണക്കേടാണ്. ഇവിടെ സുധി എന്ന് പറയുന്ന വ്യക്തിയെ എത്രമാത്രം അവഹേളിക്കാൻ പറ്റുമോ? അതും ഞാൻ സുധിയുടെ ഭാര്യയാണ്, എനിക്ക് സുധി പ്രഷ്യസ് ആണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടി നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുകയാണ് അയാൾ ഒരു മോശക്കാരനാണെന്നുള്ള ലെവലിൽ. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈവൻ നിങ്ങളെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മക്കൾ വരെ അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞു. അത് അവരുടെ വിഷയം, മക്കൾ ചീത്ത പറഞ്ഞു. അപ്പോ ഈ വ്യക്തിയും ഈ പറയുന്നതിൽ, അതായത് അതിനകത്ത് കുറെ എമൗണ്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം വരുന്ന. അപ്പോ ആളുകളുടെ ചോദ്യമാണെങ്കിലും എല്ലാം എവിടേക്കാണ് ഈ പൈസ എല്ലാം പോകുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കുറെ പൈസ കിട്ടി, കോടികൾ കിട്ടി, ഞാൻ എടുത്ത് പൂഴ്ത്തി വെച്ചേക്കുക. എത്ര അഹങ്കാരം പിടിച്ച സംസാരമല്ലേ. ഞാൻ മറുനാടനകത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. ഈ വീട് ഇനാഗുറേഷൻ, വീടിൻ്റെ പാലുകാച്ചലിൻ്റെ സമയത്ത് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധിയുടെ സംസാരം എന്ത് ഭവ്യമായിട്ട് എല്ലാവരോടും താങ്ക് യു പറഞ്ഞ്. ഇതിപ്പോൾ പറയുന്നത് താജ് എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ്. ഇദ്ദേഹമാണ് ഈ കൊല്ലം സുധി മരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നതെന്ന് പല വീഡിയോകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊല്ലം സുധിയുടെ മരണ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാനും ഒക്കെ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ചാണ് ഇവർ ഈ പരാമർശിക്കുന്നത്. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് അയാൾ ആരാ, അയാൾ എൻ്റെ അപ്പനോ, ഞാൻ അയാളെ ബോധിപ്പിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നീ പറയുന്ന താജിനും ഈ KSDCയുടെ ഫിറോസിക്കും ഒക്കെ ഇവർ നന്ദി പറഞ്ഞിട്ട് വളരെ ഭവ്യമായിട്ട് സംസാരിച്ചൊരു രേഷ്മ തങ്കച്ചനെ കണ്ടിട്ടുണ്ടായിരുന്നു.
അതിൽ നിന്ന് എത്ര അഹങ്കാരം പിടിച്ച ലെവലിലേക്കാണ് ഇവരുടെ വളർച്ച അല്ലെങ്കിൽ മാറ്റം. ഇത് അധികം നാൾ ഈ വണ്ടി ഓടില്ല, വളരെ കുറച്ച് നാൾ മാത്രമേ ഈ വണ്ടി ഓടത്തുള്ളൂ, അതിന് യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ പറയുന്ന ലൈംലൈറ്റ് നിൽക്കാൻ വേണ്ടി ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെല്ലാം ഒരു ദിവസം താഴെ വന്ന് കണക്ക് പറയേണ്ട ഒരു സമയം വരും. ഇപ്പോൾ ഈ കാണിക്കുന്ന അഹങ്കാരത്തിനെല്ലാം കണക്ക് പറയേണ്ട സമയം വരും. എനിവേ, നിങ്ങൾക്ക് ഈ പറയുന്ന രേഷ്മ തങ്കച്ചനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണോ സത്യസന്ധമായിട്ട് പറയാം. ഇനി ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.